അച്ചോട്ടാ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ് ബാബുക്കുട്ട കാര്യം? എനിക്കൊരു ചെല്ലാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അടയ്ക്കാനാ. ചെല്ലാനല്ലേ? ഈ അക്ഷയകുമാർ വിചാരിച്ച് അടയ്ക്കാൻ പറ്റാത്തായിട്ട് ഏത് ചെല്ലാനുള്ളേ? നീ കാര്യം പറ. ചേട്ടാ എന്റെ വണ്ടി ആ ക്യാമറ പെട്ടെന്ന് പറയാം, സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ ഫോട്ടോ അടക്കാൻ വന്നേക്കണേ. അപ്പൊ ചേട്ടാ അന്ന് നമ്മൾ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ അറിയാലോ, എനിക്ക് പണ്ട് ഷർട്ട് കൊടുക്കാൻ ഇഷ്ടമല്ല. ആഹാ, മിട്ടുക്കൻ. ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് വല്ല ധാരണയുണ്ടോ നിനക്ക്? അപകടം ഉണ്ടായ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കണല്ലേ, അതിന് വേറൊന്നുമല്ലല്ലോ. അപ്പൊ നിനക്ക് കാര്യം അറിയാം, പക്ഷെ നിയമങ്ങളൊന്നും പാലിക്കാൻ പറ്റില്ല അല്ലേ ബാബുട്ട? എന്റെ ചേട്ടാ, ഈ MVD ചുമ്മാ അടിച്ചു കയറ്റിക്കുന്നതൊക്കെ ചേട്ടൻ അറിഞ്ഞൂടെ? ഇവര് മെയിൻ പണി എന്താ? റോഡിൽ ഇറങ്ങി ആളെ പിടിക്കലാണ് ഇവരുടെ മെയിൻ പണി. ബാബുട്ട, നീ വീട്ടിലിരുന്നോണ്ട് ഒരു 3 അടിച്ചോണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. ആ സമയത്ത് നിന്റെ ഭാര്യ വന്നിട്ട് ചേട്ടാ ആ മാവേന്ന് മാങ്ങ പറിച്ചു തരാൻ പറഞ്ഞ നീ ആ മാവേ കയറി മാങ്ങ പറിച്ചു കൊടുക്കും എന്റെ പൊന്നു കൂട്ടുകാരാ. ആ എന്നാ വർത്താനം എന്റെ ചേട്ടായി പറയണേ. അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യോ? ഞാൻ എന്നാ മണ്ടനാണോ? കയറി എന്നെ നടുപൊടി ചെയ്തില്ലേ? ഞാനങ്ങനെ ചെയ്യത്തില്ല. അപ്പൊ തനിക്കത് കൃത്യമായി അറിയാം. മദ്യപിച്ച് വാഹനവുമായി റോഡിലിറങ്ങിയാൽ വാഹനം ഓടിക്കുന്നവർക്കും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കും മറ്റു വാഹനങ്ങളിലുള്ളവർക്കും കാൽനട യാത്രക്കാർക്ക് വരെ എന്തിന് വഴിയോര കച്ചവടക്കാരില്ലേ, അവരുടെ ജീവനെ വരെ അത് അപകടത്തിലാക്കും. അപ്പോൾ താൻ പറ, MVDയുടെ പരിശോധന ആളുകളുടെ ജീവന് സുരക്ഷ നൽകുകയല്ലേ ചെയ്യുന്നത്? പക്ഷെ എന്നാലും ഈ റോട്ടിൽ ഏമാന്മാര് ചെയ്യണ കുറെ അതിക്രമം തന്നെയാ. നീ നിന്റെ ജീവനും മറ്റുള്ളവരുടെ ജീവനും വില കൽപ്പിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു നോക്കിക്കോ, നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്. അപ്പൊ നിനക്ക് ഒരു ഏമാന്മാരും ഫൈൻ തരില്ല. അല്ല ബാബുട്ടാ, നിന്റെ അനിയൻ മോനൂട്ടൻ എന്തോ കഴിഞ്ഞ ദിവസം അപകടം എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ടില്ല, എന്താ? അതാണെങ്കിലേ ഒരു പെങ്കൊച്ച് പനിച്ച വണ്ടിയാ. ഇവന്റെ കാമുകിയുടെ മൊബൈലിൽ ചൊല്ലിക്കൊണ്ട് വണ്ടി ഓടിച്ചോണ്ടിരുന്നു. ഈ കൊച്ച് റൈറ്റിലേക്ക് സിഗ്നൽ വിട്ടിട്ട് ലെഫ്റ്റിലേക്ക് ഒരു തിരിക്കല്. ഇവൻ ചെന്ന് കയറിയും കൊടുത്തു. ആ ഫസ്റ്റ് ഒരാള് സിഗ്നൽ തെറ്റിച്ച്, ഒരാള് മൊബൈലില്. അല്ല, നിന്റെ അനിയൻ ഇന്നാളെന്തോ വേറെന്തോ ഒരു അപകടത്തിൽ പോയി ചാടിയെന്ന് പറഞ്ഞ കേട്ടോ. ഇത് ഇവനും വേറൊരുത്തിനും കൂടി വണ്ടി റേസ് ചെയ്ത് പോവാ, 100-100 പാഞ്ഞു പോവാ. അപ്പൊ ആണെങ്കിൽ സിഗ്നലിന്റെ അവിടെ എത്തി, അവൻ കടന്നു. ഇവൻ അവിടെ എത്തിയപ്പോഴേക്കും മഞ്ഞ ലൈറ്റ് ആയിരുന്നു. ഇവൻ എന്ത് വിചാരിച്ചു? അവന്റെ പിന്നാലെ പിടിക്കാൻ വേണ്ടി ഇവനും ചാടി. പക്ഷെ ഇവൻ അടുക്കെത്തിയപ്പോഴേക്കും റെഡ് ലൈറ്റ് വീണു. എന്നിട്ട് എന്താ 2 ദിവസം കഴിഞ്ഞപ്പോഴാ ചക്കന് ബോധം വീണത്. ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. എന്നിട്ട് കുറ്റം ആർക്കാ? നിയമത്തിനും ഉദ്യോഗസ്ഥർക്കും. ചേട്ടാ ആ ചലാനം നടച്ചു വെച്ചേക്ക്, ഞാൻ നമ്മുടെ സോയപ്പിനൊന്ന് കണ്ടിട്ട് വരാം. എടാ ഹെൽമെറ്റ് വെച്ചിട്ട് പോടാ. ഇത് ഇവിടം വരെയല്ലേ ഉള്ളൂ ചേട്ടാ. നീ ഓടിക്കുന്ന ഈ വാഹനത്തിന് 2 വീലേ ഉള്ളൂ. ഒരു കല്ലിൽ കയറുകയോ അല്ലെങ്കിൽ ഒരു പട്ടി വട്ടം ചാടുകയോ ചെയ്താൽ നീയും വീഴും, നിന്റെ വാഹനവും വീഴും, തല കുട്ടാനുള്ള സാധ്യതയുമുണ്ട്. ചിലപ്പോൾ നീ കോമയിൽ വരെ ആയി പോവും. അതുകൊണ്ട് ബാബുട്ട, നമ്മുടെ സുരക്ഷ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മറ്റുള്ളവരുടെ സുരക്ഷയും എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ വാഹനം ഓടിച്ചാൽ നമ്മുടെ റോഡുകൾ സുരക്ഷിതമാക്കാം, എന്നും നമ്മുടെ യാത്രകളും സുന്ദരമാക്കാം. എന്നാ പിന്നെ ഞാനങ്ങ് വച്ചേക്കാലേ. നിയമം പാലിക്കൂ, ജീവൻ സംരക്ഷിക്കൂ. റോഡ് സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്വം. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണം 2026 ജനുവരി.